വൈകിട്ട് മോളുറങ്ങിയപ്പോഴേ ഞാൻ മെല്ലെ റൂമിൽ നിന്ന് പുറത്ത് ചാടി ഒരു ചായ ഒക്കെ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. ബേസിക്കലി ഞാനൊരു ചായ അഡിക്റ്റാണ്. അതുകൊണ്ട് തന്നെ രാവിലെയും വൈകുന്നേരവും നല്ല കടുപ്പത്തിലുള്ള ഒരു ഗ്ലാസ് ചായ കിട്ടിക്കഴിഞ്ഞാൽ എന്തെന്നില്ലാത്തൊരു എനർജി എവിടുന്നോ കയറി വരുന്ന പോലത്തെ ഒരു ഫീലാണ്. വലിയ നല്ല സ്വഭാവമൊന്നും അല്ലാന്ന് എനിക്കറിയാം, പക്ഷെ എന്താണെന്നറിയില്ല, മാറ്റാൻ അങ്ങോട്ട് പറ്റണില്ല എന്ന്. ഈ ചായ എടുത്തുകൊണ്ട് ഇനി അടുത്ത പരിപാടി ഇതാണ്. എനിക്കിഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അതിൽ വലിയ ഒന്നാണ് ഇങ്ങനെ കുത്തി കുറിച്ചുകൊണ്ടിരിക്കുക. എന്താ എഴുതുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് അങ്ങനെ ഒന്നുമില്ല. പക്ഷേ എനിക്ക് അപ്പം എന്താണോ തോന്നുന്നത് അത് ഞാൻ എഴുതും. അത് ചിലപ്പോൾ ഇന്നത്തെ ദിവസത്തെ കുറിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ നാളെ എന്തെങ്കിലും മനസ്സിൽ വിചാരിച്ചിരിക്കണമെങ്കിൽ അതാവാം. ഇനി ഒന്നുമില്ലെങ്കിൽ ചിലപ്പോൾ അപ്പം മനസ്സിൽ തോന്നുന്ന എന്തെങ്കിലും രണ്ട് വരികളാവാം. പണ്ട് എനിക്ക് ഈ ശീലം നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വല്ലാണ്ട് ഫോൺ ഉപയോഗമൊക്കെ കൂടിയപ്പോൾ ഇതിനൊന്നും ഞാൻ നേരം കണ്ടെത്താതായി. ഇപ്പോൾ എന്തോ മൈൻഡൊക്കെ ഫ്രസ്ട്രേറ്റഡ് ആയപ്പോൾ പണ്ടത്തെ ഈ ശീലങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ അതിന് ശേഷം ബാൽക്കണിയിലുള്ള ഈ ചെടികൾക്കൊക്കെ ഒന്ന് നനച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ പാട്നയിൽ 35 ഡിഗ്രിയാണ് ചൂട്. അതുകൊണ്ട് 2 നേരമെങ്കിലും നനച്ചില്ലെങ്കിൽ ഈ വെറ്റങ്ങൾ ഇങ്ങനെ നിവർന്നു വെക്കൂല. അതുകൊണ്ട് നല്ല പൊള്ളലുണ്ട്. അപ്പോഴേക്കും എന്താ ഉറങ്ങിയാൾ എണീറ്റിട്ടുണ്ട്. പിന്നെ അവൾക്കുള്ള ഫുഡ് കൊടുക്കലായി. ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓണാണ്. പിന്നെ നമ്മളെ ടോയ്സൊക്കെ ആദ്യം വലിച്ചു വാരിടും. എന്നിട്ടേ നമ്മൾ കളി തുടങ്ങുള്ളൂ. കളി കഴിഞ്ഞ് വരുമ്പോൾ ഏതാണ്ട് ബെഡ് ഈ ഒരു പരിവാവും. കൊച്ചിനോട് ബെഡിൽ കളിക്കരുത് എന്ന് പറഞ്ഞാൽ കേൾക്കൂലെന്ന്. പിന്നെ നമ്മൾ രണ്ടാളും അതിനതൊക്കെ കൂടെ എടുത്തു വെക്കാൻ നോക്കും. അവളെ ഞാനിതൊക്കെ പഠിപ്പിക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നും ഒരേ മൂടാവില്ല. ഇന്നെന്തോ ആൾ നല്ല മൂടാണ്. അതുകൊണ്ട് നമ്മളിത് വേഗം വൃത്തിയാക്കി. അപ്പോഴൊക്കെ അവൾ എപ്പോൾ എത്തി. പിന്നെ നമ്മൾ ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ കിടക്കണതിന് മുന്നേ പടം കാണാമെന്ന് വിചാരിച്ചു. നമ്മുടെ പാട്രിയോട്ടില്ലേ, അതാ കാണാനിരുന്നത്. ഞങ്ങൾക്ക് പിന്നെ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ കാണാൻ തുടങ്ങുന്നത് ഒരുമിച്ചാണെങ്കിലും കഴിയണ രണ്ട് നേരത്തെ. വേറൊന്നല്ല, ഏത് ത്രില്ലർ പടമായാലും ഹൊറർ പടമായാലും പകുതി വെച്ചതേ ഇവിടെ ഒരാൾ കിടന്നുറങ്ങും. നോക്കൂ ആ സുന്ദരമായ ഉറക്കം. ഇനി ഈ പടം ഞാൻ ഒറ്റയ്ക്കിരുന്ന് കാണും. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടമായ ഒരു സീൻ ഇതാട്ടോ. പൊതുവേ മമ്മൂക്ക മോഹൻലാൽ ഫാനിനൊക്കെ ഈ സീനായിരിക്കും ഇഷ്ടമായിട്ടുണ്ടാവുക. അങ്ങനെ പടം കഴിഞ്ഞു. ഇനി ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. ടാറ്റാ.